ശബരിമല പ്രക്ഷോഭം ബി.ജെ.പി കടുപ്പിക്കുന്നു. ഈ മാസം 18-ാം തീയതി സെക്രട്ടേറിയറ്റ് വളയും. 15-ാം തീയതിക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും. അമിത്ഷായും കേരളത്തിലേക്ക് പുറപ്പെടുന്നു. ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ ശബരിമല പ്രക്ഷോഭം കൂടുതൽ കടുപ്പിക്കാൻ ബി.ജെ.പി കേന്ദ്ര തീരുമാനം. ഇതിന്റെ ഭാഗമായി ദേശീയ നേതാക്കളെ അടക്കം രംഗത്തിറക്കി ഈ മാസം 18-ന് സെക്രട്ടേറിയറ്റ് വളയാനാണ് ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 15-ന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും. പണി പൂർത്തിയായ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിനാണ് പ്രധാനമന്ത്രി എത്തുന്നതെങ്കിലും പിന്നാലെ ബി.ജെ.പി നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ജനുവരി 27-ന് തൃശൂരിൽ യുവമോർച്ച യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയെ കൂടാതെ കൂടുതൽ ദേശീയ നേതാക്കളെയും പ്രമുഖരെയും രംഗത്തിറക്കാനും ബി.ജെ.പി ആലോചിക്കുന്നു. ബി.ജെ.പി അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിലെ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നാണ് വിവരം. ഇന്നലെ രാത്രി കണ്ണൂരിലെ അക്രമ പരമ്പരകൾക്ക് തൊട്ടുപുറകെ വി മുരളീധരന്റെ വീടാക്രമണത്തോടുകൂടിയാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ഉണർന്നത്. കേരളത്തിലെ ബി.ജെ.പിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഭരണസ്വാധീനം ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് ബി.ജെ.പി കേന്ദ്ര നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കി. കൂടുതൽ ശക്തമായ നിലപാടുകളിലേക്കാണ് കേന്ദ്ര നേതൃത്വം ഇതിനകം കടന്നിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതാക്കൾ ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വി മുരളീധരൻ അടക്കമുള്ള ബി.ജെ.പി നേതാക്കൾക്ക് നേരെ ആക്രമണം തിരിഞ്ഞതോടുകൂടി ബി.ജെ.പി ഉണർന്നു. കേരളത്തിലൊട്ടാകെ ബി.ജെ.പി അണികൾക്കും പ്രവർത്തകർക്കും നേർക്ക് ഡിവൈഎഫ്ഐ CPM ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് PS ശ്രീധരൻപിള്ള പറയുന്നു. ഈ ആക്രമണത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തങ്ങൾക്കാവില്ലെന്നും തങ്ങളാലാവുന്ന വിധം പ്രവർത്തകരെയും അണികളെയും സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ചുമതലയാണെന്നും പ്രസിഡന്റ് ആവർത്തിക്കുന്നു. ശബരിമല വിഷയത്തിൽ കൂടുതൽ കടുപ്പത്തിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളാണ് ഇന്നലെ KP ശശികല ടീച്ചറിന്റെയും K സുരേന്ദ്രന്റെയും ഒക്കെ പ്രസംഗങ്ങളിൽ നിഴലിക്കുന്നത്. ബി.ജെ.പി കടുത്ത പ്രക്ഷോഭങ്ങൾക്ക് ഒരുങ്ങുന്നുവെന്നാണ് കേരളത്തിൽ നിന്ന് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ. എല്ലാ ജില്ലാ കാര്യാലയങ്ങളിലും ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ ഇന്ന് രാവിലെ അടിയന്തരമായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ തുടർന്നുള്ള RSS CPM സംഘർഷം കടുത്തതോടെയാണ് സംസ്ഥാനം വീണ്ടും കലാപന്തരീക്ഷത്തിലേക്ക് മാറിയത്. നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണം ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ്. അതീവ ജാഗ്രത പുലർത്താൻ DGP ലോക്നാഥ് ബെഹ്റ പോലീസ് സേനയ്ക്ക് നിർദ്ദേശം നൽകി. കണ്ണൂരിലാണ് കൂടുതൽ സംഘർഷം പടരുന്നത്. കണ്ണൂരിലെ സംഘർഷം നിയന്ത്രിക്കുവാൻ പോലീസിനുമാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇന്നലത്തെ രാത്രിക്ക് ശേഷം ഇന്നു പകലും കണ്ണൂരിൽ നിന്ന് ആക്രമണത്തിന്റെ നിരവധി റിപ്പോർട്ടുകളാണ് വരുന്നത്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ CPM പ്രവർത്തകൻ VK വിശാഖിന് വെട്ടേറ്റു. പാപ്പിനിശ്ശേരിയിൽ BJP അഴീക്കോട് മണ്ഡലം ബിജു തുത്തിയിലിന്റെ വീട് അടിച്ചു തകർത്തു. പരിയാരം ചെറുതാഴത്ത് RSS കാര്യാലയത്തിന് തീയിട്ടു. ടിവിയും ഫർണിച്ചറുകളും ഉൾപ്പെടെ എല്ലാം തകർത്തു. ഇന്നലെ രാത്രി BJP നേതാവ് വി മുരളീധരൻ MP, CPM നേതാക്കളായ AN ഷംസീർ, P ശശി, RSS നേതാവ് ചന്ദ്രശേഖരൻ എന്നിവരുടെ വീടുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ തുടർച്ചയാണ് ഇന്ന് കണ്ണൂരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് പോലീസ് ഇതുവരെ ഇന്നലെ രാത്രിയിലെ ആക്രമണങ്ങളിൽ 19 പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അറസ്റ്റ് ചെയ്തവരിൽ കൂടുതൽ പേരും RSS പ്രവർത്തകരാണ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ CPM പ്രവർത്തകനായ കണ്ണിപ്പയ്യിൽ രാധാകൃഷ്ണൻ വെട്ടേറ്റിട്ടുണ്ട്. ഈ ആക്രമണങ്ങളിലെല്ലാം BJP RSS പ്രവർത്തകരെ പോലീസ് തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു എന്ന പരാതിയാണ് BJPക്കുള്ളത്. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിൽ മാത്രം 110 പേരെ അറസ്റ്റ് ചെയ്തു. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 204 പേരെ കരുതൽ തടങ്കൽ പ്രകാരം കസ്റ്റഡിയിലെടുത്തു. നേതാക്കന്മാരുടെ വീടുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിലെ പ്രതികളെ ഉടൻ പിടികൂടാൻ പോലീസിന് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ പലയിടങ്ങളിൽ നിന്നായി ഇപ്പോൾ 204 പേരെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട്. പലയിടത്തും അറസ്റ്റ് തുടരുകയാണ്. ഇതും BJP നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നു. തങ്ങളുടെ പ്രവർത്തകരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ഡിവൈഎഫ്ഐ CPM ഗുണ്ടകളെ ഉപയോഗിച്ച് സർക്കാരും CPM-ഉം തിരിച്ചടിക്കുകയാണ് എന്നാണ് BJP പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള പറയുന്നത്. സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായ ആലോചനകളിലും തുടർ പ്രവർത്തനങ്ങളിലുമാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. കേരളത്തിലെ CPM-ന്റെയും സർക്കാരിന്റെയും കൈവിട്ട പോക്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കണ്ട എന്നാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതനുസരിച്ചുകൊണ്ട് തന്നെ കൂടുതൽ കടുത്ത പ്രക്ഷോഭങ്ങളിലേക്ക് BJP കടക്കുന്നതിന്റെ സൂചനയാണ് ഇന്ന് രാവിലെ മുതലുള്ള റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.